വട്ടിയൂർക്കാവിൽ കാപ്പാക്കസ് പ്രതിയും വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലറുമായ ആർ. സുഗതനെ കസ്റ്റഡിയിലെടുത്ത വിഷയം രാഷ്ട്രീയായുധമാക്കുവാൻ ഇറങ്ങിത്തിരിച്ച ബി.ജെ.പിക്ക് കിട്ടിയത് മുട്ടൻ പണി. സുഗതനെ പോലീസ് മർദ്ദിച്ചുവെന്നും ഭാര്യയുടെ ചെകിട്ടിനടിച്ചുവെന്നും ആരോപണമുയർന്നു. എന്നാൽ അറസ്റ്റടക്കമുള്ള വിഷയങ്ങൾ പോലീസ് ക്യാമറയിൽ പകർത്തിയതോടെ ബി.ജെ.പി. നാടകം ആവിയായി പോയി എന്ന് കാണാം. സുഗതന്റെയും ഭാര്യ അശ്വതിയുടെയും ആരോപണങ്ങൾക്ക് വിപരീതമായ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. സുഗതനെ കസ്റ്റഡിയിലെടുക്കുവാനുള്ള ശ്രമം ഭാര്യയും മറ്റു ചിലരും ചേർന്ന് തടയുന്നതും കോടതി ഉത്തരവ് പ്രകാരമാണ് കസ്റ്റഡിയിലെടുക്കുന്നതെന്ന് പോലീസുകാർ ആവർത്തിച്ചു പറയുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവിൽ ക്ഷേത്രോത്സവത്തിനിടെ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെയാണ് സുഗതൻ ഒളിവിൽ പോയത്. ഇയാൾ വീട്ടിലുണ്ട് എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് പോലീസ് സുഗതനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. തങ്ങളുടെ കൗൺസിലറെ നിയമം മറികടന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും ഭാര്യയെ മർദ്ദിച്ചുവെന്നുമാണ് ബി.ജെ.പി. ആരോപിച്ചത്. ഇത് പോലീസിനെതിരെ ആയുധമാക്കി പിന്നീട് വിഷയം വഷളാക്കുവാനാണ് ബി.ജെ.പി. ലക്ഷ്യമിട്ടത്. പോലീസ് സംഘത്തോടൊപ്പം വനിതാ പോലീസ് ഇല്ലായിരുന്നുവെന്നും പോലീസ് മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തുവെന്നുമാണ് സുഗതന്റെ ഭാര്യ അശ്വതി മാധ്യമങ്ങളോട് പറഞ്ഞത്. മെഡിക്കൽ എടുക്കുന്നതിനായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസ് മർദ്ദിച്ചുവെന്നാണ് സുഗതനും ഡോക്ടറോടക്കം പറയുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചിക്കൻ പോക്സ് ആയതുകൊണ്ടാണ് ഹാജരാകാൻ പറ്റാഞ്ഞത്. വീട്ടിലെത്തിയ പോലീസുകാർ ഭാര്യയെയും കുഞ്ഞിനെയും തല്ലി, വീട്ടിൽ വെടിവെച്ചു. സുഗതൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. പോലീസ് തറയിലിട്ട് വലിച്ചിഴച്ചെന്നും ദേഹത്ത് മുഴുവൻ മുറിവുകളാണെന്നും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായുമാണ് ഇയാൾ ഡോക്ടറോട് പറഞ്ഞത്. അതിനെയെല്ലാം ഒറ്റ ദൃശ്യങ്ങളിലൂടെ കേരള പോലീസ് പൊളിച്ചടുക്കി. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി പറയുന്നുണ്ടാണ്. ഞാൻ വരാൻ പറഞ്ഞല്ലോ കോടതി ഉത്തരവാണ്. നീ ഇട് അതും കാണിക്കാം. നീ ഇട് ഇട് അങ്ങനെ ഇടും. നീ ഇട് കൊടുക്കോട് അങ്ങനെ ഇടും. അങ്ങനെ എന്റെ വീടിന്റെ ഫ്രണ്ട് ഞാൻ പറയും ബല പ്രയോഗിക്കുന്ന നീ വെടിയാണ്. നീ മൂന്നായിട്ട് മോളെ വെടി വെച്ചല്ലോ. ഞാൻ ഫ്രണ്ട് രാഷ്ട്രീയ ധാരണ പറഞ്ഞില്ലേ, നീ തുറന്നു പറഞ്ഞില്ലേ, പിന്നെ എന്റെ കട എന്റെ വീട്ടിൽ കൊണ്ടുപോകാലോ, സ്റ്റേഷൻ കൊണ്ടുപോകാലോ, എന്ത് ചെയ്യാലോ. അതിനെ തോന്നൂടാ. കോടതി ഉത്തരവാണ്. എന്റെ സംഘടന പറഞ്ഞു എന്റെ ആൾക്കാര് എന്നെ അറസ്റ്റ് കൊണ്ടു. പിന്നെ എവിടെ കൊണ്ടോ വീഡിയോ 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 നല്ല ബോഡിയാണ്. കൊണ്ടുപോകാൻ പറ്റൂല, ഇത്രയും വില പ്രയോഗിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. കോടതി ഉത്തരവ് ഞങ്ങളല്ല, കോടതി ഉത്തരവ്. പെണ്ണുങ്ങളടക്കം വീഡിയോ
മറ്റേ കൊലക്കുറ്റം ചെയ്തവൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്റെ എന്ത് ചെയ്യാൻ എനിക്ക് എന്റെ വീട്ടിൽ കയറി വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം. കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചുമ്മാ കോടതി ഉത്തരവ് കോടതി ഉത്തരവ് കോടതി ഉത്തരവ് ഞാൻ എനിക്കാ ഞാൻ എത്ര വർഷം എന്നാ ചെയ്യും വിട് വിട് രണ്ട് കാലം പേട്ടിന് കയറുന്നു. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കണേ. പറ്റാൻ വേണ്ടി കേട്ടു എന്നെ ഭാര്യയില്ലെങ്കിൽ അവരെവിടെ പിന്നെ വീട്ടിൽ നില പൊക്കിയത് പിന്നെ കുഴപ്പമില്ല വേണമെന്ന് അങ്ങനെ പറ്റേ അങ്ങനെ പിടിച്ചാൽ നിങ്ങൾ അങ്ങനെ പിടിച്ചാൽ ആ നിങ്ങൾ അങ്ങനെ പിടിച്ചാൽ ഒരു 1.5 വർഷം ജയിലിൽ കിടന്നാൽ ഇത് ആക്സിഡന്റായിരിക്കും. മനസ്സിലായി? ഇത് ആക്സിഡന്റായിരിക്കും.
സെക്കൻഡറി മറ്റേ വണ്ടി കയറും മറ്റേ വണ്ടി വരും നമുക്ക് നിന്റെയൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങോടാ എവനായിരുന്നാലും എന്നെ ആരായിരുന്നാലും ഞാൻ എന്നെ ചെയ്യും എല്ലാ ചെറുക്കേണ്ടത് ആ തവണ തൊട്ടാ എന്നെ ചെയ്യും അണ്ണാ ഞാൻ ഇതിലൊന്നും സന്തോഷ് സാറേ പോയാലും കേസ് എടുക്കണ്ടേ അവസരം എഴുതണല്ലേ കേസ് എടുക്കും